പ്രിയരെ നമസ്കാരം. വിഷ്ണു പുരാണത്തിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. വിഷ്ണു പുരാണത്തിൻ്റെ ആദ്യ അധ്യായത്തിലെ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിലായി അടിസ്ഥാന മൂലകങ്ങളിൽ നിന്നുള്ള പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം മുതൽ ബ്രഹ്മാവിൻ്റെ ജനനവും ഭൂമിയുടെ രക്ഷയും പ്രജാപതികളുടെയും അവരുടെ സന്തതികളുടെയും രുദ്രൻ്റെ സൃഷ്ടിയും ലക്ഷ്മിയുടെ സർവ്വവ്യാപനവും ഭക്തധ്രുവൻ്റെയും വേനൻ്റെയും പുത്രൻ പൃഥുവിൻ്റെയും കഥകൾ 1ഉം 2ഉം വീഡിയോകളിലൂടെ പറഞ്ഞു. വിഷ്ണു പുരാണത്തിൻ്റെ ആദ്യ അധ്യായത്തിലെ 9ാം ഭാഗത്തിൽ പ്രാചീന ബർഹിയുടെ ജനനത്തെക്കുറിച്ചും പ്രചേതസന്മാരുടെ ദൈവാരാധനയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. പൃഥുരാജാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ അന്തർധാനനും വാടിയുമാണ്. അവരും പിതാവിനെപ്പോലെ മതപരമായ ആചാരങ്ങൾ പിൻപറ്റി. അന്തർധാനനും പത്നി ശിഖണ്ഡിക്കും ഇവർധനൻ എന്ന പുത്രൻ ജനിച്ചു. ഇവർധനൻ്റെയും പത്നി ഗിഷ്ണയുടെയും പുത്രനായി പ്രാചീന ബർഹി പിറന്നു. ദുക്രൻ, ഗയൻ, കൃഷ്ണൻ, വൃജൻ, അജിൻ എന്നിവരായിരുന്നു അവരുടെ മറ്റു പുത്രന്മാർ. പ്രാചീന ബർഹി തൻ്റെ പ്രജകളുടെ വളർച്ചയെ പരിപോഷിപ്പിക്കുന്ന അവരുടെ നായകനായിരുന്നു. തുടർച്ചയായ യാഗങ്ങളിലൂടെ അദ്ദേഹം തൻ്റെ പ്രജകളെ വളരെയധികം വർദ്ധിപ്പിച്ചു. സമുദ്രത്തിൻ്റെ മകളായ സുവർണയെ രാജാവ് പ്രാചീന ബർഹി വീണ്ടും വിവാഹം കഴിച്ചു. അവർക്കിടയിൽ 10 പുത്രന്മാർ പിറവികൊണ്ടു. അവരെല്ലാം അമ്പെയ്ത്ത് കലയിൽ വിദഗ്ധരായ പ്രചേതസന്മാർ എന്നറിയപ്പെട്ടു. അവർ സംയുക്തരായി 10,000 വർഷക്കാലം കടലിന് കീഴിൽ കഠിനമായ തപസ്സനുഷ്ഠിക്കുന്നു. അപ്പോൾ മൈത്രേയൻ ചോദിച്ചു, ഹേ മഹാമുനെ, പ്രചേതസന്മാർ കടലിന് കീഴിൽ കഠിനമായി തപസ്സു ചെയ്തതിൻ്റെ കാരണം ദയവായി പറഞ്ഞു തരൂ. പരാശരൻ ഉത്തരം നൽകി, ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ പ്രചോദനത്താൽ രാജാവ് പ്രാചീന ബർഹി തൻ്റെ പുത്രന്മാരായ പ്രചേതസന്മാരോട് സന്താനങ്ങളെ മാന്യമായ രീതിയിൽ ഉൽപ്പാദനം നടത്തുന്നത് തുടരാൻ ആവശ്യപ്പെട്ടു. പിതാവിൻ്റെ ആജ്ഞ അനുസരിക്കാൻ മക്കൾ തയ്യാറായി. അവരപ്പോൾ ചോദിച്ചു, പിതാവേ, പ്രത്യുൽപാദന പ്രക്രിയ നടത്താൻ വേണ്ടി ഞങ്ങളെ തന്നെ സ്വയം പ്രാപ്തരാക്കുവാൻ എന്തു ചെയ്യണമെന്ന് ദയവായി ഞങ്ങളോട് പറയൂ. ഒരു വ്യക്തിക്ക് സ്വയം ആഗ്രഹിച്ച ലക്ഷ്യങ്ങൾ നേടാൻ പ്രാപ്തമാക്കുന്ന ഒരേയൊരു കാര്യം വിഷ്ണു ഭഗവാനെ ആരാധിക്കലാണെന്ന് രാജാവ് പ്രാചീൻ ബർഹി അവരെ ധരിപ്പിച്ചു. ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കാൻ അദ്ദേഹം തൻ്റെ മക്കളോട് നിർദ്ദേശിച്ചു. പിതാവിൻ്റെ ആജ്ഞപ്രകാരമാണ് 10 പ്രചേതസന്മാരും കടലിനടിയിൽ 10,000 വർഷക്കാലം കഠിന തപസ് അനുഷ്ഠിച്ചത്. അവരുടെ തപസ്സിനു ശേഷം പുതിയതായി വിരിഞ്ഞ നീലത്താമര പോലെ നീല വെളിച്ചത്താൽ പ്രസരിക്കുന്ന ശ്രീഹരി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രചേതസന്മാരുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ച ഭഗവാൻ വിഷ്ണു അവരോട് ഒരു വരം ചോദിക്കുവാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ പ്രചേതസന്മാർ പിതാവിൻ്റെ ആജ്ഞ ആവർത്തിച്ചു. ഭഗവാൻ അവർ ആവശ്യപ്പെട്ട വരം നൽകി. അതിനുശേഷം എല്ലാ പ്രചേതസന്മാരും വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്നു. പ്രിയരെ, 1ാം അധ്യായത്തിലെ 10ാം ഭാഗത്തിൽ പ്രചേതസന്മാരുടെ വിവാഹവും പ്രജാപതികളുടെ ജനനത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു. പരാശരൻ പറഞ്ഞു, പ്രചേതസന്മാർ തപസ്സിൽ ഏർപ്പെട്ടിരുന്ന കാലത്ത് ഭൂമിക്ക് അതിൻ്റെ സംരക്ഷണം ലഭിച്ചിരുന്നില്ല. അതിനാൽ കരഭൂമി മുഴുവൻ ഇടതൂർന്ന വനത്താൽ അവൾ മൂടപ്പെട്ടു. അവയുടെ ഇലകൾ പോലും വളരെ ഇടതൂർന്നതായിരുന്നു. അവ ഭൂമിയെ മുഴുവൻ മൂടിയതിനാൽ സൂര്യന് ഭൂമിയുടെ ഉപരിതലത്തിലെത്താൻ കഴിയാതെയായി. കടലിൽ നിന്നും ഉയർന്നു വന്നതിന് ശേഷം ഇടതൂർന്ന മരങ്ങളെ കണ്ടപ്പോൾ പ്രചേതസന്മാർ അത്യധികം കോപിച്ചു. കോപത്തിനാൽ അവർ കൊടുങ്കാറ്റുമായി കലർത്തിയ തീജ്വാലകൾ പുറപ്പെടുവിച്ച് എല്ലാ മരങ്ങളെയും പിഴുതെറിഞ്ഞ് ചാരമാക്കി. അതിനാൽ തന്നെ തുടർന്ന് മരങ്ങളുടെ ഒരു വലിയ നാശം സംഭവിച്ചു. അത് കണ്ട വൃക്ഷങ്ങളുടെ രാജാവായ സോമൻ പ്രചേതസന്മാരെ സമീപിച്ച് അഭ്യർത്ഥിച്ചു, അല്ലയോ രാജാക്കന്മാരെ, ദയവായി നിങ്ങളുടെ കോപം ഉപേക്ഷിച്ച് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. മരങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ഒരു ഉടമ്പടിക്കായി ഞാൻ മധ്യസ്ഥത വഹിക്കാം. മരങ്ങൾ മരീഷ എന്ന അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ ജനിപ്പിച്ചു. അവളുടെ സൃഷ്ടി നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കുള്ള തുടർച്ചയ്ക്കായി മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. അവൾ ദക്ഷ പ്രജാപതിയെ ജനിപ്പിക്കും. അവൻ തീ പോലെ പ്രകാശമുള്ളവനും നിങ്ങളുടെ സന്തതികളിൽ കൂടുതൽ വർധനവിന് കാരണമാകുന്നവനുമായി മാറും. മരീഷയുടെ ജനനത്തെക്കുറിച്ചും വിഷ്ണുപുരാണം വിവരിക്കുന്നുണ്ട്. പുരാതന കാലത്ത് വേദപണ്ഡിതനായ കാണ്ഡു മഹർഷി ഗോമതി നദിയുടെ തീരത്ത് തപസ് അനുഷ്ഠിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തപസ്സിൽ ഭയന്ന ഇന്ദ്രൻ ഒരു അപ്സരസായ പ്രേംലോചയെ തപസ്സിൽ വിഘ്നം സൃഷ്ടിക്കാൻ അയച്ചു. ആ അപ്സരസിനാൽ കാണ്ഡുവിൻ്റെ തപസ്സിൽ വിജയകരമായ വിഘ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അവൾ അദ്ദേഹത്തോടൊപ്പം ഒരു ഗുഹയിൽ ഒരുമിച്ച് താമസിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവർ 100 വർഷം ഒരുമിച്ച് ജീവിച്ചു. അവളോടൊപ്പം ഇന്ദ്രിയ സുഖങ്ങൾ ആസ്വദിച്ചു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം അപ്സരസ് തൻ്റെ സ്വർഗീയ വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ആ തീരുമാനം കാണ്ഡു മുനിയിൽ ഞെട്ടലുണ്ടാക്കി. കുറച്ചുകൂടി സമയം തന്നോടൊപ്പം താമസിക്കുവാൻ അദ്ദേഹം അവളോട് അഭ്യർത്ഥിച്ചു. പ്രേംലോച ആ അഭ്യർത്ഥന അംഗീകരിച്ച് 100 വർഷം കൂടി അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്നു. അനന്തരം ഒരിക്കൽ കൂടി അവൾ തൻ്റെ സ്വർഗീയ വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു.
വീണ്ടും കാമാസക്തിയിൽ അന്ധത പുലർത്തിയ മുനി അവളോട് കുറച്ചു കാലം കൂടി അദ്ദേഹത്തോടൊപ്പം വസിക്കാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ വീണ്ടും അപ്സരസ് കാണ്ടുവിനോടൊപ്പം 100 വർഷം കൂടി താമസിച്ചു. ഓരോ തവണയും അപ്സരസ് തിരിച്ചു പോകുവാൻ ഒരുങ്ങുമ്പോൾ മുനി അവളെ തടയും. കാമത്താൽ അന്ധനായ ഒരാൾ അനുഭവിക്കുന്ന വേർപിരിയലിൻ്റെ വേദനയെക്കുറിച്ച് അപ്സരസിന് അറിയാമായിരുന്നു. അദ്ദേഹത്തെ നിരാശപ്പെടുത്തിയാൽ മുനിയിൽ നിന്നുണ്ടായേക്കാവുന്ന ശാപത്തെക്കുറിച്ച് അവൾ ഭയപ്പെട്ടു. അതിനാൽ അവൾ മുനിയെ സ്വയം ഉപേക്ഷിച്ചില്ല. ഒരു അമാവാസി പോലെ അവരുടെ സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം വൈകുന്നേരം മുനി തിടുക്കത്തിൽ തൻ്റെ കുടിലിൽ നിന്നും ഇറങ്ങിപ്പോകുവാനൊരുങ്ങി. അത്ഭുതകരമെന്ന് പറയട്ടെ, പ്രേംലോച ആ തിടുക്കത്തിൻ്റെ കാരണം തിരക്കുന്നു. സന്ധ്യയായതിനാൽ സന്ധ്യാവന്ദനം നടത്തണമെന്ന് മുനി മറുപടി പറഞ്ഞു. ആ മറുപടി അപ്സരസിനെ കൂടുതൽ അത്ഭുതപ്പെടുത്തി ചിരിച്ചുകൊണ്ടവൾ പറഞ്ഞു, ഹേ മതജ്ഞ, 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ദിവസം അവസാനിച്ചുവോ? അത് കേട്ട മുനി അതിശയോക്തിയോടെ അപ്സരസിനെ നോക്കി. കാരണം 100 കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഒരാളുടെ ദിവസം അവസാനിക്കുന്നുവെന്ന് അറിയുമ്പോൾ ആർക്കാണ് അത്ഭുതം ജനിക്കാത്തത്? മുനി പറഞ്ഞു, ഇന്ന് രാവിലെ നീ നദീതീരത്ത് എത്തിയിരുന്നു. പകൽ മുഴുവൻ നീ എന്നോടൊപ്പം ചിലവഴിച്ചു. ഇപ്പോൾ വൈകുന്നേരമായി. അതുകൊണ്ട് തന്നെ നീ എന്തിനാണ് എന്നെ നോക്കി ചിരിക്കുന്നത്? നമ്മൾ തമ്മിൽ സംഭവിച്ച ഇപ്പോഴത്തെ സംസർഗത്തിൽ എത്ര സമയം കടന്നുപോയി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മൾ തമ്മിൽ ഒരുമിച്ച് 908 വർഷവും 6 മാസവും 3 ദിവസവും ഒരുമിച്ച് ചിലവഴിച്ചു. അത് കേട്ട മുനി കോപത്താൽ സ്വയം ശപിക്കാൻ തുടങ്ങി. ഞാൻ അപ്സരസുമായിട്ടുള്ള ജടിക സുഖത്തിൽ മുങ്ങിപ്പോയതിനാൽ സമയം പോലും മറന്നുപോയി. തൻ്റെ ആജീവനാന്ത തപസ്സിൻ്റെ ഫലം മുഴുവൻ പാഴായതിൽ അദ്ദേഹം അത്യധികം വിഷമിതനാകുന്നു. അങ്ങനെ സ്വയം ശപിച്ചുകൊണ്ട് അപ്സരസിനെ ശകാരിക്കുകയും ഉടൻ തന്നെ തൻ്റെ ആശ്രമം ഉപേക്ഷിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പ്രേംലോച ഭയന്ന് വിറച്ച് ശരീരം മുഴുവൻ വിയർപ്പിൽ മൂടി. ആശ്രമം വിട്ടിറങ്ങിയപ്പോൾ മരങ്ങളുടെ ഇലകൾ കൊണ്ടവൾ വിയർപ്പ് തുടച്ചു. മുനിയുമായി ജഡിക സുഖം അനുഭവിച്ചതിനാൽ പ്രേംലോച ഗർഭം ധരിച്ചിരുന്നു. അവളുടെ ഗർഭസ്ഥ ശിശു വിയർപ്പിൻ്റെ രൂപത്തിൽ പുറത്തു വരികയും ഇലകളിൽ ശേഖരിക്കപ്പെടുകയും ചെയ്തു. കാറ്റ് ഗർഭപിണ്ഡത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്നു. അതേസമയം ഞാൻ എൻ്റെ കിരണങ്ങളാൽ അതിനെ പോഷിപ്പിച്ചു. അങ്ങനെ ഗർഭപിണ്ഡം സുരക്ഷിതമായി വളർന്ന് ഒടുവിൽ മരീഷ എന്ന പെൺകുട്ടിയായി ജനിച്ചു. മരങ്ങൾ അതേ പെൺകുട്ടിയെ നിങ്ങളുടെ പത്നിയായി നിങ്ങൾക്ക് സമ്മാനിക്കും, സോമൻ പറഞ്ഞു. മറുവശത്ത് തൻ്റെ തപസ്സിൽ അസ്വസ്ഥനായ കാണ്ടുമുനി പുരുഷോത്തമ പ്രദേശത്തേക്ക്, അതായത് ആധുനിക ജഗന്നാഥപുരിയിലേക്ക് താമസം മാറ്റി. വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാൻ വീണ്ടും തപസ് പുനരാരംഭിച്ചു. ഇക്കഥയുടെ കൂടെ തന്നെ മരീഷിയുടെ മുൻ ജന്മത്തെക്കുറിച്ചുള്ള വിശദീകരണവും ഈ ഭാഗം വിവരിക്കുന്നു. കാണ്ടുമുനിയുടെയും പ്രേംലോചയുടെയും മകളായ മരീഷ കഴിഞ്ഞ ജന്മത്തിൽ ഒരു രാജ്ഞിയായിരുന്നു. അവൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും മുൻപ് ഭർത്താവിനെ നഷ്ടപ്പെട്ടു. തുടർന്ന് അവൾ വിഷ്ണുവിനെ തൻ്റെ ഭക്തിയിനാൽ പ്രീതിപ്പെടുത്തി. അപ്പോൾ ഭഗവാൻ അവളോട് ഒരു അനുഗ്രഹം തേടാൻ ആവശ്യപ്പെട്ടു. അവൾ ചോദിച്ചു, അല്ലയോ ഭഗവാനെ, ചെറുപ്പത്തിൽ വിധവയായതിനാൽ എൻ്റെ ജീവിതം വ്യർത്ഥമായി പോയി എന്നെനിക്ക് തോന്നുന്നു. ഞാൻ വളരെ നിർഭാഗ്യവതിയാണ്. അതിനാൽ ഹേ ഭഗവാനെ, നിന്റെ കൃപയാൽ എൻ്റെ അടുത്ത ജന്മത്തിൽ ഒരു അമ്മയുടെ ശരീരത്തിൽ നിന്നല്ലാത്ത ഒരു ജന്മവും അങ്ങയെപ്പോലെ ഒരു സദ്വൃത്തനായ ഭർത്താവിനെയും പ്രജാപതിയെപ്പോലുള്ള പുത്രന്മാരെയും എനിക്ക് ലഭിക്കുമാർ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അടുത്ത ജന്മത്തിൽ സഫലമാകും. നിങ്ങൾക്ക് 10 ശക്തരും പ്രശസ്തരുമായ ഭർത്താക്കന്മാരുണ്ടാകും. അവരുടെ സഹായത്തോടെ നീ പ്രജാപതിയെ ജനിപ്പിക്കും. അവരുടെ സന്തതികൾ 3 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കും. നിങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നല്ല ജനിക്കുക, എന്നിട്ടും സൗന്ദര്യത്തിൽ സമാനതകളില്ലാത്തവളായിരിക്കും. അങ്ങനെ സോമന്റെ നിർദ്ദേശപ്രകാരം പ്രജേതസന്മാർ അവരുടെ കോപാകുലമായ നിലപാട് ഉപേക്ഷിച്ച് മരീഷയെ പത്നിയായി സ്വീകരിച്ചു. മരീഷ ബ്രഹ്മാവിൽ നിന്നും മുൻപ് ഉത്ഭവിച്ച ദക്ഷപ്രജാപതിക്ക് പുനർജന്മം നൽകി. ബ്രഹ്മാവിൻ്റെ ആജ്ഞപ്രകാരം ദക്ഷപ്രജാപതി വിവിധതരം ജീവികളെ സൃഷ്ടിച്ചു. ഒന്നാമതായി അദ്ദേഹം തൻ്റെ മനസ്സിൽ നിന്ന് 50 സ്ത്രീകളെ സൃഷ്ടിക്കുന്നു. അവരിൽ 10 സ്ത്രീകളെ ബ്രഹ്മാവിൻ്റെ തന്നെ മാനസപുത്രനായ ധർമ്മന് വിവാഹം കഴിച്ചു കൊടുത്തു. 13 സ്ത്രീകളെ കശ്യപനും 27 പേരെ ചന്ദ്രനും വിവാഹം കഴിച്ചു. എല്ലാ ദേവന്മാരും അസുരന്മാരും നാഗങ്ങളും പശുക്കളും പക്ഷികളും ഗന്ധർവന്മാരും അപ്സരസുകളും ഭൂതങ്ങളുമെല്ലാം ആ 50 സ്ത്രീകളുടെ സന്തതികളാണ്. മൈത്രേയൻ തുടർന്ന് പറഞ്ഞു, ഹേ മഹാഋഷേ, ദേവന്മാരുടെയും അസുരന്മാരുടെയും മറ്റു എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവകഥ വിശദമായി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരാശരൻ പറയുന്നു, ദക്ഷൻ തൻ്റെ മനസ്സിൽ നിന്നാണ് ആദ്യം ഋഷിമാരെയും ഗന്ധർവന്മാരെയും അസുരന്മാരെയും സർപ്പങ്ങളെയും സൃഷ്ടിച്ചത്. എന്നാൽ ആ ജീവികൾക്കാർക്കും സന്തതി പരമ്പരകൾ തുടരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ജഡിക സംയോഗത്തിലൂടെ തൻ്റെ സന്തതിയെ ഉൽപ്പാദിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ദക്ഷൻ മറ്റൊരു പ്രജാപതിയുടെ മകളായ അസിക്ലിയെ വിവാഹം കഴിച്ചു. ദക്ഷനും അസിക്ലിയും ചേർന്ന് 5000 പുത്രന്മാരെ ജനിപ്പിച്ചു.
അവരെല്ലാം പ്രത്യുൽപാദന പ്രക്രിയ തുടരാൻ ആഗ്രഹിച്ചപ്പോൾ നാരദമുനി അവരെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഓ മക്കളെ, നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നും നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ പ്രത്യുൽപാദന പ്രക്രിയ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് തോന്നുന്നു. എന്നാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഞാൻ പറയുന്നത് ദയവായി ശ്രദ്ധിക്കുക. ഭൂമിയെക്കുറിച്ച് ഒന്നും തന്നെ അറിയാത്ത അജ്ഞരാണ് നിങ്ങളെല്ലാവരും. പിന്നെ എങ്ങനെ പ്രത്യുൽപാദനം നടത്തും? നോക്കൂ, നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. എന്നിട്ടും നിങ്ങൾക്ക് പോയി ഭൂമിയുടെ അറ്റം കാണാൻ കഴിയാത്തതെന്താണ്? നാരദന്റെ പ്രേരണയാൽ ദക്ഷന്റെ 5000 പുത്രന്മാരും കടലിൽ മുങ്ങി. ഒരു നദി കടലിൽ ലയിക്കുന്നത് പോലെ പിന്നീടൊരിക്കലും അവർ തിരിച്ചെത്തിയില്ല. പിന്നീട് ദക്ഷൻ വൈരുണിയെ വിവാഹം കഴിച്ചു. അവളിൽ 5000 പുത്രന്മാർ ജനിച്ചു. പിതാവ് അവരോടും പ്രത്യുൽപാദനം നടത്താൻ നിർദ്ദേശിച്ചപ്പോൾ നാരദൻ അവരെയും വഴിതെറ്റിച്ചു. അവരും അവരുടെ ജ്യേഷ്ഠന്മാരുടെ കാൽപ്പാടുകൾ പിന്തുടർന്നു. തൻ്റെ പുത്രന്മാരുടെ വിധിയെക്കുറിച്ചറിഞ്ഞപ്പോൾ ദക്ഷൻ നാരദനെ ശപിച്ചു. അതിനുശേഷം ദക്ഷനും വൈരുണിയും 60 പുത്രിമാർക്ക് ജന്മം നൽകി. 10 പേർ ധർമ്മനെയും 13 പേർ കശ്യപനെയും 27 പേർ സോമനെയും 4 പേർ അരിഷ്ടനെമിയെയും 2 പേർ വീതം അങ്കിരസനെയും കഷശ്വനെയും വിവാഹം കഴിച്ചു. അരുന്ധതി, വസു, യാമി, ലംഭ, ഭാനു, മരുതവതി, സങ്കൽപ്പ, മുഹൂർത്ത, സാധ്യ, വിശ്വ എന്നിവർ ധർമ്മന്റെ പത്നിമാരായിരുന്നു. വിശ്വദേവനും സാധ്യ സാധ്യഗണനെയും പ്രസവിച്ചു. മരുത്വാൻ മരുതവതിയുടെ പുത്രനായിരുന്നു. വസു 8 പുത്രന്മാർക്ക്, അതായത് അഷ്ടവസുക്കൾക്ക് ജന്മം നൽകി. ലംബഘോഷനും യാമി നഗരവീതിക്കും ജന്മം നൽകി. അരുന്ധതി ഭൂമിയിൽ വസിക്കുന്ന മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ജന്മം നൽകി. സർവ്വവ്യാപനത്തിൻ്റെ പ്രമേയമായ സങ്കല്പത്തിന് സങ്കല്പ ജന്മം നൽകി. ആഭൻ, ധ്രുവൻ, സോമൻ, ധർമ്മൻ, അനിലൻ, അനലൻ, പ്രത്യുഷൻ, പ്രഭാസൻ എന്നിങ്ങനെയാണ് അഷ്ടവസുക്കളുടെ പേരുകൾ. വൈരാന്തൻ, സ്രം, ശാന്തൻ, ധ്വനി എന്നിവരാണ് ആഭൻ്റെ പുത്രന്മാർ. ഉന്മൂലകനായ കാലം ധ്രുവൻ്റെ പുത്രനായിരുന്നു. വർച്ചസ് സോമൻ്റെ പുത്രനായിരുന്നു. ദ്രവീൺ, ഹുതൻ, ഇത്യവർ, ശിശിരൻ, പ്രാണൻ, വരുണൻ എന്നിവർ ധർമ്മൻ്റെ പുത്രന്മാരായിരുന്നു. അനിലൻ്റെ പുത്രന്മാരാണ് മനോജവനും അവിഗ്യാദ്ഗതിയും. ശരസ്തംഭൻ, ഷാഗൻ, വിശാഖൻ, നൈകേന്മയൻ എന്നിവർ അനലൻ്റെ പുത്രന്മാരായിരുന്നു. പ്രത്യുഷന് ദേവലൻ എന്ന മകനുണ്ടായിരുന്നു. ബൃഹസ്പതിയുടെ സഹോദരി വത്സ്രിയായിരുന്നു പ്രഭാസിൻ്റെ പത്നി. അവർക്ക് വിശ്വകർമ്മൻ പുത്രനായി ജനിച്ചു. അജൈകപാദൻ, അഹിർബുധന്യൻ, ത്വഷ്തർ, രുദ്രൻ എന്നിങ്ങനെ വിശ്വകർമ്മന് 4 പുത്രന്മാരുണ്ടായിരുന്നു. മഹാതാപസനായ വിശ്വരൂപൻ ത്വഷ്ടൻ്റെ പുത്രനായിരുന്നു. മഹാമുനി ഹരൻ, ബഹുരൂപൻ, ത്രയംബകൻ, അപരാജിതൻ, വൃഷകബി, ശംഭു, കബിർദി, രേവത്, മൃഗവ്യാധൻ, ശർപ്പൻ, കപാലി എന്നിങ്ങനെയാണ് 11 രുദ്രന്മാർ. അതിഥി, ദിതി, ധാനു, അരിഷ്ട, സുരസ, കാസ, സുരഭി, വിനത, താമ്ര, ക്രോധവംശ, ഇറ, കദ്രു, മുനി എന്നിങ്ങനെ കശ്യപ മുനിക്ക് 13 ഭാര്യമാരുണ്ടായിരുന്നു. അവരുടെ സന്തതികളുടെ വിവരണവും ശ്രദ്ധേയമാണ്. മുൻ മന്വന്തരത്തിൻ്റെ കാലത്ത് തുഷിതന്മാർ എന്ന നാമത്തിൽ 12 ദേവന്മാരുണ്ടായിരുന്നു. മന്വന്തരത്തിനൊടുവിൽ അവർ ഒത്തുകൂടി പറഞ്ഞു, സഹോദരന്മാരെ, നമുക്ക് ഇപ്പോൾ അതിഥിയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വൈവസ്വത മന്വന്തരത്തിൽ വീണ്ടും ദേവന്മാരായി ജനിക്കാം. അങ്ങനെ വിഷ്ണു, ഇന്ദ്രൻ, ആര്യമാൻ, ദാതൻ, ത്വഷ്തർ, പൂഷൻ, വിവസ്വാൻ, സവിതൻ, മൈത്രൻ, വരുണൻ, അംശു, ഭാഗൻ എന്നിങ്ങനെ അതിഥിയിലൂടെ ജനിച്ച 12 പുത്രന്മാർ ആദിത്യന്മാർ എന്നറിയപ്പെടുന്നു. സോമന്റെ 27 ഭാര്യമാർ കഴിവുറ്റ നിരവധി പുത്രന്മാരെ ജനിപ്പിച്ചു. അരിഷ്ടനേമിയുടെ ഭാര്യമാർ 16 പുത്രന്മാരെ പ്രസവിച്ചു. അങ്ങനെ 8 വസുക്കൾ, 11 രുദ്രന്മാർ, 12 ആദിത്യന്മാർ, പ്രജാപതി, വഷ്ടകരൻ എന്നിവരുൾപ്പെടെ 13 ദേവന്മാരെ വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. അവരെല്ലാം ഇഷ്ടാനുസരണം ജനിക്കാൻ കഴിവുള്ളവരാണ്. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നത് പോലെ ഈ ദേവന്മാരും വ്യത്യസ്ത യുഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. കശ്യപന്റെ ഭാഗത്തുനിന്ന് ദിതിയിൽ നിന്നും ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എന്നീ പുത്രന്മാരും വിപ്രജത്തിയെ വിവാഹം കഴിച്ച സിംഹിക എന്ന മകളും ജനിച്ചു. ഹിരണ്യകശിപുവിന് 4 പുത്രന്മാരുണ്ടായിരുന്നു: അനുഹ്ലാദൻ, അഹ്ലദൻ, സഹ്ലദൻ, പ്രഹ്ലാദൻ എന്നിങ്ങനെ. വിഷ്ണു പുരാണത്തിൻ്റെ ആദ്യ അധ്യായത്തിലെ 11-ാം അധ്യായത്തിൽ പ്രഹ്ലാദൻ്റെയും നരസിംഹത്തിൻ്റെയും അവതാരത്തിൻ്റെ കഥകളാണുള്ളത്. പരാശരൻ പറഞ്ഞുകൊണ്ടിരുന്നു, ബ്രഹ്മാവിൻ്റെ വരദാനത്താൽ ഹിരണ്യകശിപു അതിശക്തനായ ശക്തി നേടി 3 ലോകങ്ങളെയും നിയന്ത്രിക്കാനെത്തി. ദേവന്മാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയും സൂര്യൻ, വായു, അഗ്നി, വരുണൻ, ചന്ദ്രൻ, കുബേരൻ, യമരാജൻ തുടങ്ങിയവർക്ക് അർപ്പിക്കുന്ന വഴിപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. അവനോടുള്ള ഭയം കാരണം ആ ദേവന്മാർ ഭൂമിയിൽ അലഞ്ഞു നടന്നു. എല്ലാ ജീവജാലങ്ങളും ഹിരണ്യകശിപുവിനെ ആരാധിക്കാൻ തുടങ്ങി.
വാദ്യോപകരണങ്ങൾ മീട്ടുന്ന ഗന്ധർവന്മാരെ അനുഗമിച്ച് സുന്ദരികളും കമിതാക്കളുമായ അപ്സരസുകൾ അവൻ്റെ കൊട്ടാരത്തിൽ നൃത്തം ചെയ്തു. ഹിരണ്യകശിപുവിൻ്റെ ഇളയ പുത്രനാണ് പ്രഹ്ലാദൻ. മറ്റു കുട്ടികളെപ്പോലെ തന്നെ അവനെയും ഗുരുകുലത്തിലേക്ക് വിദ്യാഭ്യാസത്തിനായി അയച്ചു. ഒരു ദിവസം അവൻ്റെ ഗുരുക്കന്മാർ പ്രഹ്ലാദനെ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഹിരണ്യകശിപുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്നേഹപൂർവ്വം അദ്ദേഹം മകനെ മടിയിൽ കയറ്റിയിരുത്തി തഴുകിക്കൊണ്ട് ചോദിച്ചു, അല്ലയോ മകനെ, നീ നിന്റെ ഗുരുക്കന്മാരിൽ നിന്നും ഇതുവരെ എന്താണ് പഠിച്ചതെന്ന് പറയൂ. പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു, പിതാവേ, ആദിയും അന്ത്യവും മധ്യഭാഗവും ഇല്ലാത്ത, ജനനം എടുക്കാത്തതും വളർച്ചയും ക്ഷയവും ഇല്ലാത്തതുമായ ശ്രീഹരിയെ ഞാൻ നമസ്കരിക്കുന്നു. അത് കേട്ട് ഹിരണ്യകശിപു രക്തം പുരണ്ട കണ്ണുകളുടെ ഗുരുക്കന്മാരെ നോക്കി ആക്രോശിച്ചു, ദുഷ്ടബ്രാഹ്മണരെ, എൻ്റെ ആജ്ഞകളുടെ ലംഘനമായി നിങ്ങൾ എൻ്റെ മകനെ എൻ്റെ ശത്രുവിനെ സ്തുതിക്കാൻ പഠിപ്പിച്ചു. പ്രഹ്ലാദൻ പറയുന്നത് തങ്ങൾ പഠിപ്പിച്ചതല്ലെന്ന് വിസ്തരിച്ചുകൊണ്ട് ക്ഷമാപണം നടത്താൻ മുനിമാർ ശ്രമിച്ചു. അപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, പിതാവേ, നമ്മുടെയെല്ലാം ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാൻ വിഷ്ണു പരമാത്മാവാണ്. അവനെ അല്ലാതെ മറ്റാർക്ക് എന്ത് പഠിപ്പിക്കാൻ കഴിയും? അതുകൂടെ കേട്ട ഹിരണ്യകശിപു തൻ്റെ കോപം പുത്രന് നേരെ തിരിച്ചു. ഹേ മൂഢ, മുഴുവൻ ലോകത്തിൻ്റെയും നാഥനായ എൻ്റെ മുൻപാകെ നീ വിവരിക്കുന്ന ആ വിഷ്ണു ആരാണ്? പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു, യോഗികൾ ധ്യാനിക്കുന്ന വിഷ്ണുവാണ് മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ഉത്ഭവകർത്താവ്. അവൻ്റെ ഗുണങ്ങൾ വാക്കുകളാൽ വിവരിക്കാൻ കഴിയില്ല. ആ പരമേശ്വരൻ വിഷ്ണുവാണ്. വിഡ്ഢി, എനിക്കല്ലാതെ മറ്റാർക്ക് പരമേശ്വരനാകാൻ കഴിയും? ഇത്തരത്തിൽ വാചകമടിച്ചാൽ നീ മരണം ഇരന്നു വാങ്ങും. പിതാവേ, അങ്ങയുടെ കോപം അടിസ്ഥാനരഹിതമാണ്. ഭഗവാൻ വിഷ്ണുവാണ് എൻ്റെയും നിങ്ങളുടെയും ഉൾപ്പെടെ എല്ലാവരുടെയും സ്രഷ്ടാവ്. അവൻ നമ്മുടെ ശ്വാസത്തെ നിയന്ത്രിക്കുന്നു. കോപാകുലനായ ഹിരണ്യകശിപു പ്രഹ്ലാദനെ ഉടൻ തന്നെ കൂട്ടിക്കൊണ്ടുപോയി തലച്ചോറ് നന്നായി കഴുകാൻ ആജ്ഞാപിച്ചു. ഗുരുക്കന്മാർ പ്രഹ്ലാദനെ അവരുടെ ഗുരുകുലത്തിലേക്ക് തിരികെ കൊണ്ടുപോയി. പ്രഹ്ലാദൻ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തുടങ്ങി. മാസങ്ങൾക്ക് ശേഷം ഹിരണ്യകശിപു വീണ്ടും പ്രഹ്ലാദനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അവൻ്റെ പഠനത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോഴും പ്രഹ്ലാദൻ ഭഗവാൻ വിഷ്ണുവിനെ സ്തുതിക്കാൻ തുടങ്ങി. ഇത്തവണ രാക്ഷസ രാജാവ് പുത്രനെ വധിക്കുവാൻ ഉത്തരവിട്ടു. സ്വന്തം പുത്രൻ സ്വന്തം സിംഹാസനത്തിന് ഭീഷണിയാണെന്ന് അയാൾക്ക് തോന്നി. ഹിരണ്യകശിപുവിൻ്റെ ആജ്ഞപ്രകാരം നിരവധി ശക്തരായ അസുരന്മാർ പ്രഹ്ലാദനെ ആയുധങ്ങളുമായി ആക്രമിച്ചു. എന്നാൽ പ്രഹ്ലാദൻ അമ്പരന്നില്ല. അവൻ അവരോട് പറഞ്ഞു, വിഡ്ഢികളെ, ഭഗവാൻ വിഷ്ണു നിങ്ങളിലും എന്നിലും നിങ്ങളുടെ ആയുധങ്ങളിലും വസിക്കുന്നു. നിങ്ങളുടെ ആയുധങ്ങളാൽ ഞാൻ ബാധിക്കപ്പെടില്ല. തീർച്ചയായും അസുരന്മാരുടെ ആയുധങ്ങൾക്ക് പ്രഹ്ലാദനെ സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോൾ ഹിരണ്യകശിപു പറഞ്ഞു, എൻ്റെ എതിരാളിയെ സ്തുതിക്കുന്നത് നിർത്തിയാൽ എന്നാൽ നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും. പിതാവേ, എനിക്കൊന്നിനെയും ഭയമില്ല. ദൈവകൃപയാൽ ജനന മരണ ഭയത്തിൽ നിന്ന് ഞാൻ മുക്തനാണ്. പിന്നീട് ഹിരണ്യകശിപു പ്രഹ്ലാദനെ വിഷപ്പാമ്പുകളുടെ ഇടയിലേക്ക് എറിഞ്ഞു. എന്നാൽ പാമ്പുകൾ കടിച്ചിട്ടും പ്രഹ്ലാദൻ്റെ മനസ്സ് ഭഗവാനെ ധ്യാനിച്ചിരുന്നതിനാൽ അതവനെ ബാധിച്ചില്ല. തുടർന്ന് ഹിരണ്യകശിപു പ്രഹ്ലാദനെ വലിയ ആനകളെക്കൊണ്ട് ചവിട്ടി വീഴ്ത്താൻ ശ്രമിച്ചു. എന്നാൽ ആനകൾക്ക് പോലും പ്രഹ്ലാദനെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല. പകരം പ്രഹ്ലാദനെ തൊട്ടയുടനെ അവയുടെ കൊമ്പുകൾ ഒടിഞ്ഞു. എപ്പോഴും എന്നെ സംരക്ഷിക്കുന്നത് ഭഗവാന്റെ ശക്തിയാണെന്ന് മൊഴിഞ്ഞ് പ്രഹ്ലാദൻ പിതാവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ശുക്രാചാര്യരുടെ മക്കളായ പ്രഹ്ലാദന്റെ ഗുരുക്കന്മാർ പ്രഹ്ലാദന് ചെറുപ്പം കാരണം ചഞ്ചലമായ മനസ്സുണ്ടെന്നും ഹിരണ്യകശിപുവിനെ ബോധ്യപ്പെടുത്തി. വീണ്ടും അവർ പ്രഹ്ലാദനെ തങ്ങളുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ആശ്രമത്തിൽ വെച്ച് പ്രഹ്ലാദൻ മറ്റു അസുര കുട്ടികളെ വിളിച്ചുകൂട്ടി പറഞ്ഞു, സുഹൃത്തുക്കളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങൾക്കിതിൽ വ്യക്തിപരമായി താല്പര്യമില്ലെങ്കിൽ പോലും ഇതിനെ നിസാരമായി കാണരുത്. ഓരോ ജീവിയും ജനനം പ്രാപിക്കുകയും ബാല്യത്തിലൂടെയും യൗവനത്തിലൂടെയും വാർദ്ധക്യത്തിലൂടെയും ജീവിതം കടന്നു പോകുമ്പോൾ വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്നു. ജീവിതത്തിൻ്റെ അന്തിമഫലം മരണമല്ലാതെ മറ്റൊന്നുമല്ല. പുനർജന്മങ്ങളിൽ അനുഗമിക്കുന്നത് ഒരാളുടെ കർമ്മമാണ്. എന്നാൽ ഓരോ ജന്മത്തിലും ഈ ആത്മാവ് വിശപ്പ്, ദാഹം, തണുപ്പ് അല്ലെങ്കിൽ ചൂട് എന്നിവ ആനന്ദത്തിനായി തെറ്റിദ്ധരിക്കുന്നു. ഒരാൾ കൂടുതൽ ആഡംബരങ്ങൾ ശേഖരിക്കുമ്പോൾ കൂടുതൽ ദുഃഖം വർദ്ധിക്കുന്നു. ആസക്തിയും അഭിനിവേശവുമാണ് ദുഃഖത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. ദുഃഖം നിറഞ്ഞ ഒരു ജീവിതം കടന്നു പോയതിനു ശേഷവും ഒരാൾ മരണത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയും വേദന അനുഭവിക്കുന്നു. ഈ മുഴുവൻ ചക്രവും വീണ്ടും വീണ്ടും തുടരുന്നു. ദുഃഖത്തിൻ്റെ സമുദ്രത്തിൽ മുങ്ങിപ്പോയതായി തോന്നുന്ന ആത്മാവിന് പരമമായ അഭയം ഭഗവാൻ വിഷ്ണുവാണ്. എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകരുത്. ഞാനും നിങ്ങളെപ്പോലെ ഒരാൺകുട്ടിയാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് ശാശ്വതമാണ്. ആത്മാവിന് ജീവിതത്തിൽ പ്രത്യേക ഘട്ടങ്ങളില്ല. എന്നാൽ ഒരു മനുഷ്യന് ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. ബാല്യത്തിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കളിക്കാനാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. യൗവനത്തിൽ കാമവും ജഡിക സുഖങ്ങളും മനസ്സിനെ ആകർഷിക്കുന്നു. എന്നിട്ടും ഒരു മനുഷ്യൻ തൻ്റെ നേട്ടത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നില്ല. അവൻ തൻ്റെ വാർദ്ധക്യത്തിനായി സ്വന്തം ആത്മീയ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കുന്നു.
എന്നാൽ വാർദ്ധക്യത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ വിറയ്ക്കുന്ന വിരലുകൾ കാണുകയും തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിക്കുന്നു. അതിനാൽ ഒരു ജ്ഞാനിയായ വ്യക്തി ഭൂമിയിലെ തൻ്റെ ശരീരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ അവഗണിക്കുകയും കുട്ടിക്കാലത്ത് തന്നെ തൻ്റെ നേട്ടത്തിനായി പരിശ്രമിക്കുകയും വേണം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാറ്റമില്ലാത്ത വസ്തുതയാണ്. എൻ്റെ സന്തോഷത്തിനായി ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമം ചൊല്ലുവാൻ തുടങ്ങുക. അവൻ്റെ സ്മരണ മതി എല്ലാ പാപങ്ങളെയും നശിപ്പിക്കാൻ. രാവെന്നും പകലെന്നുമില്ലാതെ നിങ്ങളുടെ മനസ്സ് അവനെ ധ്യാനിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കും. പ്രിയരെ, തുടർന്നുള്ള പ്രഹ്ലാദ ഹത്യാശ്രമങ്ങളുമായി 4ാമത്തെ വീഡിയോയിൽ കാണാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.